പ്രിയപ്പെട്ടവരെ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളാണല്ലോ ഇന്ന് നടന്നത്. എല്ലാ മനുഷ്യരും ഇന്ന് അങ്ങോട്ടാണല്ലോ എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ഉണ്ടായിരുന്നത്. ഓക്കെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അയോധ്യയിലെ എല്ലാ മതക്കാരും പരസ്പരം നല്ല സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിഞ്ഞിരുന്നു കൂട്ടുകാരെ. 1528 മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഈ വലിയൊരു പള്ളി സ്ഥാപിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു സമ്പ്രദായമാണല്ലോ അവരുടേത്. അപ്പോഴ് അവരാണ് ഈ പണ്ട് ഇപ്പൊ ഈ പള്ളി ഇരിക്കുന്നിടത്ത് പണ്ട് രാമക്ഷേത്രം ഇരുന്നിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുകയും എന്ന് പറഞ്ഞാൽ മതക്കാർ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് മേ ബി ബാബറിന്റെ കാലത്തിന് അതുവരെ അവിടെ ക്ഷേത്രമായിരിക്കാം ഉണ്ടായിരുന്നത്. ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തില് അവർക്ക് അവരുടെ ഇഷ്ടാനുസരണമാണല്ലോ അവിടെ ഓരോ നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇവര് നല്ല ഐക്യത്തോടെ കഴിയുകയില്ലേ അയോധ്യയിലെ എല്ലാ മതക്കാരും. അപ്പൊ ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഒരു ഇതാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതായത് 1857 നടന്ന ശിപായി ലഹള എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാർക്കാണ് ശിപായി ലഹള, ഇന്ത്യക്കാർക്ക് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ അതിൽ അവർക്ക് വലിയൊരു തിരിച്ചടിയൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് മതക്കാരെ തമ്മിൽ തല്ലിക്കുക എന്നൊരു സംവിധാനമാണ് ഇവര് ചെയ്തത്. പക്ഷെ പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ടെങ്കിലും ഈ ഒരു തർക്കം അത് അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ഇത് ഈ ബ്രിട്ടീഷുകാർ തമ്മിൽ തല്ലിക്കാൻ ഉണ്ടാക്കി വെച്ച ഒന്നാണെങ്കിലും അത് പക്ഷേ അവരുടെ ആഗ്രഹപ്രകാരം എന്ന് തന്നെ പറയാം. ഇന്ത്യക്കാർ തമ്മിൽ തല്ലാനുള്ള ഒരു സാഹചര്യം അത് നൂറ്റാണ്ടുകളോളം ഇങ്ങ് പിന്നെയും നിലനിന്നു. പിന്നെ അത് കോടതികളിലെ പല രീതിയിലെ കേസുകളും ഒക്കെ ആയിട്ട് വന്നു. 1992 1,00,000-ൽ പരം VHP നേതാക്കള്, VHP അനുയായികള് പല തരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് അയോധ്യയിലേക്ക് പോവുകയും അവിടെ ആ മുസ്ലിം പള്ളി തകർക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തോടെ പലവിധ കലാപങ്ങളും ഉണ്ടായി. ഒന്നും അറിയാത്ത സാധാരണക്കാരായ 2000-ൽ പരം മനുഷ്യരാണ് ഈ കലാപങ്ങളിൽ മരണപ്പെട്ടത്. പിന്നെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തില് 2019 നവംബർ 9 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. 1000-ൽ പരം പേജുകളുള്ള വിധിയായിരുന്നു അത്. നമ്മുടെ ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ പരിശോധനകളില് അതിന്റെ ആ ബേസ്മെന്റുള്ള സ്ട്രക്ചറുകളില് ക്ഷേത്ര നിർമ്മിതിയുടെ ഇതുപോലെയുള്ളതാണ് അവര് കണ്ടെത്തിയത്. അതായത് പണ്ട് ഈ ബാബർ ആയിരുന്നല്ലോ അവിടെ ക്ഷേത്രം പണിയാൻ പറഞ്ഞത്. അപ്പൊ അതിനു മുന്നേറ്റ് അവിടെ പള്ളി പണിയാൻ പറഞ്ഞത്. അപ്പൊ അതിന് മുന്നേറ്റ് അവിടെ ക്ഷേത്രമായിരുന്നിരിക്കാം. അപ്പോൾ അതിന്റെ ആ ഒരു സ്ട്രക്ചർ അവിടെ അവര് ഈ ആർക്കിയോളജിക്കൽ ഇന്ത്യ കണ്ടെത്തി. പക്ഷെ എന്നാലും കോടതി അത് ഉറപ്പ് പറഞ്ഞില്ല. ഇത് പണ്ട് ക്ഷേത്രമായിരുന്നെന്ന് ഉറപ്പൊന്നും പറഞ്ഞില്ല. എങ്കിലും 2019 നവംബർ 9 വിധി പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. ഹിന്ദു സംഘടനകൾക്ക് പൂർണ്ണമായും അത് അവരുടേതാണ്, അവരുടെ ഭൂമിയാണെന്നൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ 2019 നവംബർ 9 വന്ന ഈ വിധി, സുപ്രീം കോടതി വിധിയില് അത് ഹിന്ദുക്കൾക്ക് ആ ഭൂമി വിട്ടു നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിധി വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നും അവരാണ് അവിടെ ക്ഷേത്രം പണിയാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കോടതി പറഞ്ഞു. പിന്നെ അവിടെ നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന പള്ളി പൊളിച്ചത് നിയമവിരുദ്ധമാണെന്നും അപ്പൊ അതിന് പകരമായിട്ട് അവിടെ അതിനടുത്തായിട്ട് തന്നെ ഒരു 5 ഏക്കർ നൽകി അവിടെ ഒരു പുതിയൊരു പള്ളി നിർമ്മിക്കണമെന്നും കോടതി പറഞ്ഞു. ഇപ്പൊ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് 70 ഏക്കറോളം വരുന്ന പ്രദേശത്താണ്. വളരെ മനോഹരമായി പല സ്ഥലങ്ങളിൽ നിന്നും മനോഹരമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെ മനോഹരമായി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലും ഒക്കെ തന്നെയാണ് ധാരാളം മരങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുകയും വച്ചുപിടിപ്പിക്കുകയും പൂന്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് ഇപ്പൊ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ഇനി പിന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മുസ്ലിം പള്ളിയും അവിടെ എന്താ കോടതി വിധി പ്രഖ്യാപിച്ച സ്ഥലത്ത് മുസ്ലിം പള്ളിയും ഉടനെ പണി ആരംഭിക്കുമെന്നാണ് അറിവ്. അവിടെ പള്ളി മാത്രമല്ല, ഹോസ്പിറ്റലുകളും അങ്ങനെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ വരുമെന്നാണ് പറയുന്നത്. താജ്മഹലിനേക്കാളും വളരെ മനോഹരമായ, ഇന്ത്യയിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒന്നാമത് നിൽക്കുന്ന പള്ളി എന്ന രീതിക്ക് തന്നെയാണ് അവര് പണി കഴിപ്പിക്കുമെന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്ത്യയിലെ മതസൗഹാർദ്ദം എന്നുള്ള ഒരു സംഭവം യഥാർത്ഥമായി ഉണ്ടായിരുന്നെങ്കിൽ ആ പള്ളി എന്ന് പൊളിക്കില്ലായിരുന്നു. പിന്നെ അതിനടുത്തായിട്ട് ഒരു സ്ഥലം ഇപ്പോൾ ക്ഷേത്രം പണിഞ്ഞിട്ട് അതിൻ്റെ അടുത്തായിട്ട് കുറച്ചടുത്തായിട്ട് പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം പണില്ല. അപ്പം അതുപോലെ ആ പൊളിക്കാതെ ആ പള്ളി നിലനിർത്തിയിട്ട് അതിൻ്റെ അടുത്തായിട്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തി ഒരു ക്ഷേത്രം നല്ല രീതിയിൽ ഇപ്പോഴും പണിഞ്ഞതുപോലെ പണിയുമായിരുന്നു. ഈ 2000 ആൾക്കാരിൽ കൂടുതൽ പേര് സാധാരണക്കാർ മരണപ്പെട്ടു, പല കലഹങ്ങളുണ്ടായല്ലേ. അപ്പൊ അതൊന്നും ഇവിടെ സംഭവിക്കത്തുമില്ലായിരുന്നു അല്ലേ. പക്ഷേ എന്താ പറയാ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. കാരണം പണ്ട് കാലത്ത് ആൾക്കാർ ഈ മതങ്ങൾ ഉണ്ടാക്കിയത് തന്നെ മനുഷ്യരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ മതങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യരുടെ സന്തോഷവും സമാധാനവും ജീവനും ഇല്ലാണ്ടാക്കുന്നു അല്ലേ. കാരണം ഈ പിന്നെ പല വീഡിയോയുടെയും ഇപ്പോഴത്തെ ഈ രാമക്ഷേത്ര നിർമ്മിതിയുടെ തന്നെ കാര്യങ്ങൾ പറയുന്ന പല ആൾക്കാർ ഇട്ടിരിക്കുന്ന വീഡിയോയുടെയും കീഴിലെ കമന്റ്സ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. മതക്കാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടങ്ങള് എന്താ പറയല്ലേ. പിന്നെ ദൈവമെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ച് മറ്റൊരാള് ചീത്ത പറയുകയോ മോശം പറയുകയോ ചെയ്താല് നമ്മളത് പ്രതികരിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നാല് അതിനർത്ഥം പുഞ്ചിരിച്ചിട്ട് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുക അവര് പിന്നെ എന്താ പറയാ അവരുടെ വിവരക്കേടാണ്, അവരുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥ ദൈവീകതയുള്ളത്. അല്ലാതെ എൻ്റെ ദൈവത്തെക്കുറിച്ച് അവൻ പറഞ്ഞു അവര് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയാല് അവിടെ അത് ദൈവീകതയല്ല, അവിടെ അത് പൈശാചികതയാണ് ഉണ്ടാകുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ് കൂട്ടുകാരെ. പിന്നെ ഇപ്പൊ എൻ്റെ വീഡിയോയുടെ കീഴില് പോരാട്ടത്തിന് തെറിവിളിക്കുക വന്നാല് കുഴപ്പമില്ല, നിങ്ങൾ സ്വയം ഈ കാര്യങ്ങൾ ചിന്തിക്കുക. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തായാലും മനോഹരമായ നിർമ്മിതികൾ എന്നും എല്ലാവർക്കും പിന്നെ കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതാണ്. എനിക്കും ഇത്തരം പിന്നെ വാസ്തുശില്പപരമായിട്ടുള്ള നല്ല ശില്പികളൊക്കെ നിർമ്മിക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ഒരു ന്യൂസ് ചാനലിൽ കണ്ട 1550 കോടി മുടക്കിയാണ് ഇത് ചെയ്തത്. ഒന്നില് പറയുന്നുണ്ട് 1800 കോടി. അപ്പൊ എന്തായാലും ഇത് ഒരു മതക്കാർ മാത്രമായിട്ട് അവിടെ ഇത്രയും കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയതാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ അടുത്ത മതക്കാര് പുതിയ കോടികൾ പിന്നെ മുടക്കി പള്ളി ഉണ്ടാക്കുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ മതക്കാരും ചേർന്ന് നിന്ന് ഇതുപോലെ പൈസ ഇട്ട് പിന്നെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വീട് നിർമ്മിച്ചെടുക്കുക. അപ്പൊ പറയും പിന്നെ രാഷ്ട്രീയക്കാര് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. ഒന്നുമല്ല, ഒരിടവും എത്തിയിട്ടില്ല, എല്ലാവർക്കും വീടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, ചോർന്നൊലിക്കുന്ന ചെറിയ റൂമുകളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പൊ വീടുകൾ വെച്ചു കൊടുക്കുക, ഹയർ സ്റ്റഡീസിനൊക്കെ കഴിവില്ല, പിന്നെ പൈസകൾ കൊടുക്കാൻ പറ്റാതെ പഠിത്തം പാതി വഴിയിൽ നിർത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് അത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ, ഓപ്പറേഷനൊക്കെ പൈസ ഇല്ലാതെ മരണമടയുകയും അല്ലെങ്കിൽ കിടപ്പിലാവുകയും ചെയ്യുന്ന ഒത്തിരി രോഗികളുണ്ട്. അപ്പൊ അതൊക്കെ ചികിത്സകളൊക്കെ നടക്കും. എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യം തന്നെയായി മാറും, പട്ടിണിയില്ലാതെ. പിന്നെ വിലക്കുറവ്, ഇത്രയും സാധനങ്ങൾ വിലക്കയറ്റം ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ എല്ലാം നല്ല മനോഹരമായി നടക്കും അല്ലേ. പക്ഷെ എൻ്റെ ഒരു കിനാശേരി എന്ന് പറഞ്ഞാല് ഈ മതവും രാഷ്ട്രീയവും രാജ്യ അതിർത്തികളും ഒന്നും വേണ്ട. ഈ ഭൂമി മുഴുവനായിട്ട് ഒരു രാജ്യം, ഒറ്റ ദൈവം,
ഒരു ഭരണകർത്താവ്. അതാണ് എൻ്റെ കിനാശേരി എന്ന് പറയുന്നത്. ആരും ഒന്നും പിന്നെ വസ്തുക്കളോ സമ്പത്തോ ഒന്നും പിന്നെ പ്രത്യേകിച്ച് കുറച്ച് വ്യക്തികളുടെ മാത്രമായിട്ട് ശേഖരിച്ച് വയ്ക്കപ്പെടുന്നില്ല. എല്ലാവരും തുല്യമായിട്ട് എല്ലാവരും തുല്യമായി വിഭാഗിച്ചു കൊടുത്ത് എല്ലാവരും ഒരേ രീതിയിൽ ആഹാരവും വസ്ത്രവും നല്ല അടിപൊളിയായിട്ട് പിന്നെ എന്ത് ജോലിയും എല്ലാവരും പിന്നെ ചെയ്യുക. അല്ലാതെ ഇന്ന ജോലി ഞാൻ ചെയ്യില്ല, ആ ജോലി ഇന്ന ചെയ്യില്ല, എനിക്ക് നാണക്കേട്, അങ്ങനെയല്ല. എല്ലാ ജോലികളും എല്ലാ രീതിയിലും ഒത്തൊരുമയോടെ നിന്ന് കാര്യങ്ങൾ പിന്നെ ചെയ്ത് അതാണ് എൻ്റെ കിനാശേരി. രാഷ്ട്രീയവും മതവും ഇല്ലാത്തത്. ഇവിടെ ഒരു ദൈവങ്ങളും മതം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഓരോരുത്തരുടെ സൗകര്യപ്രദമായിട്ട് പിന്നെ ഈ വിയർപ്പിൻ്റെ അസുഖമുള്ളവർ ജോലി ചെയ്ത് തിന്നാൻ താല്പര്യമില്ലാത്ത ഒരാൾക്കാരെ പറ്റിച്ച് ഓരോ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ ആയിരിക്കുന്നു. നിങ്ങളിപ്പോൾ എന്നെ വന്ന് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ തലച്ചോറുള്ളവർ ഇത് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം പിന്നെ ഇതൊന്നും ഈ പിന്നെ ഈ മതക്കാരിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങളും പള്ളികളും ഉണ്ടാക്കുന്ന പോലെ അതുപോലെ പൈസ കണ്ടെത്തി ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം കുറേ മന്ദബുദ്ധികളായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ താഴ്ന്ന താഴേക്കിടയിൽ കിടക്കുന്ന കുറേ ജനവിഭാഗത്തിനെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്. എല്ലാവരും നല്ല ബുദ്ധിയും വെച്ച് നല്ല വലിയ നിലയിലൊക്കെ ആയാൽ അവർക്ക് ചിന്താശക്തിയും കൂടും. ഈ രാഷ്ട്രീയക്കാരുടെ കള്ളക്കളിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ വിഭാഗങ്ങൾ ഇങ്ങനെ താഴേക്കിടയിൽ തന്നെ കിടക്കണം. അത് രാഷ്ട്രീയക്കാരുടെ കളികളാണ്. അതുകൊണ്ട് മതക്കാർ ഒന്നും ഇതിനൊന്നും സമ്മതിക്കില്ല. അതാണ് വാസ്തവം.